നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി വരാൻ പോകുന്ന നരസിംഹ ജയന്തിയുടെ പ്രാധാന്യത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. മഹാവിഷ്ണു ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളിൽ ഒന്നാണ് നരസിംഹ അവതാരം. നരസിംഹ ജയന്തി വേണ്ട രീതിയിൽ ആചരിച്ചാൽ നമുക്ക് ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. നമ്മളുടെ ആചരണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് സഹായിക്കും. പല കാര്യങ്ങളിലും നരസിംഹ ജയന്തി അതിപ്രധാനപ്പെട്ടതാണ്. ആ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. അസുര രാജാവായ ഹിരണ്യകശുവിന്റെ പരമ വിഷ്ണു ഭക്തനായ പുത്രൻ പ്രഹ്ലാദനെ ഹിരണ്യകശുവിൽ നിന്ന് രക്ഷിക്കുന്നതിനും ഹിരണ്യകശുവിനെ നിഗ്രഹിക്കുന്നതിനുമായി വിഷ്ണു ഭഗവാൻ സ്വീകരിച്ച അവതാരമാണ് നാലാമത്തെ അവതാരമായിട്ടുള്ള നരസിംഹ അവതാരം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തി അഥവാ നരസിംഹാവതാരമൂർത്തി അവതരിച്ചത്. ഹിരണ്യകശിപു ബ്രഹ്മദേവനെ തപസ് ചെയ്തു വാങ്ങിയ വരമനുസരിച്ച് മനുഷ്യനോ ദേവതയ്ക്കോ മൃഗത്തിനോ ആയുധങ്ങൾ കൊണ്ടോ പകലോ രാത്രിയോ ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിലോ വെച്ചോ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനൊരു പരിഹാരമായിട്ടാണ് ഭഗവാൻ മനുഷ്യ സിംഹരൂപങ്ങൾ കലർന്ന് അവതരിച്ച് തന്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് സന്ധ്യയ്ക്ക് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചത്. ഈ പുണ്യ ദിവസം നരസിംഹ ജയന്തി എന്ന് അറിയപ്പെടുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു വ്രതമാണ് നരസിംഹ ജയന്തി. നരസിംഹ ജയന്തി വ്രതം എല്ലാവിധത്തിലുമുള്ള ഗ്രഹദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും ശത്രുദോഷങ്ങളും ആഭിചാര ദോഷങ്ങളും ഇല്ലാതാക്കുന്നതിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ദൈവികമായിട്ടുള്ള മറ്റ് കൃപാകടാക്ഷങ്ങളുടെ വർധനവിനും മറ്റും നരസിംഹമൂർത്തി വ്രതാനുഷ്ഠാനം നമുക്ക് ഉപകരിക്കപ്പെടുന്നതാണ്. ഭക്തിയോടുകൂടി ഒരു തവണയെങ്കിലും ഈ വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ പൂർണ്ണമായി ഒഴിവാകുമെന്നാണ് വിശ്വാസം. നരസിംഹ ജയന്തി വ്രതമനുഷ്ഠിക്കുന്നവർ 3 ദിവസം മുൻപേ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് മറ്റ് പൊതു വ്രതനിഷ്ഠകളും പാലിക്കേണ്ടതാണ്. അതിനു സാധിക്കാത്തവർ തലേ ദിവസം മുതൽ വ്രതനിഷ്ഠകൾ പാലിക്കണം. ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുന്നതും വളരെ വിശേഷമാണ്. നരസിംഹ ജയന്തി ദിവസം സന്ധ്യ വരെ ഉപാസിക്കുന്നതും ഉത്തമമാണ്. നരസിംഹ ജയന്തി ദിവസം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി ശക്തിക്കൊത്ത വഴിപാടുകളെ ചെയ്യേണ്ടതാണ്. നരസിംഹ പുരാണമോ ഭാഗവതത്തിലെ നരസിംഹാവതാര വർണ്ണനയോ ഒക്കെ പാരായണം ചെയ്യുന്നതും അതീവ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. കഴിവിനനുസരിച്ച് ദാനവും ചെയ്യുന്നത് ഫലപ്രാപ്തി വർദ്ധിക്കുന്നതാണ്. നരസിംഹ ജയന്തി വ്രതം അനുഷ്ഠിച്ചാൽ ഭയമുക്തി, ഉന്മാദമുക്തി, ആഭിചാരദോഷ ശമനം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ വൈകുണ്ഠ പ്രാപ്തിയും ലഭ്യമാകുമെന്നാണ് വിശ്വാസം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസത്തിലാണ് നരസിംഹമൂർത്തി അവതരിച്ചത്. ഈ വർഷം അത് ഇടവമാസം 28-ാം തീയതി, അതായത് മെയ് 11-ാം തീയതിയാണ്. മെയ് 11-ാം തീയതിയുള്ള ഞായറാഴ്ച ദിവസം വരുന്ന ഈ നരസിംഹ ജയന്തി ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും തികഞ്ഞ ഐശ്വര്യം ഉണ്ടാകും. ഇത്തരത്തിലുള്ള വിശേഷ ദിവസങ്ങൾ അറിഞ്ഞിരുന്നുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഉപാസനകൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈശ്വരാധീനം നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങൾ, പ്രധാന ദിവസങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഇത് കുറച്ചു പേർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം വീഡിയോകൾ കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാവർക്കും ലോട്ടറി അടിക്കുമോ, കോടീശ്വരനാകാമോ എന്നൊക്കെയുള്ള ചിന്തകളാണ്. അത്തരം വീഡിയോകൾക്കാണ് കൂടുതൽ ലൈക്കുകളും പ്രേക്ഷകരും ഉള്ളത്. കോടീശ്വര യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വീഡിയോകൾ മറ്റ് ചാനലുകളിലൊക്കെ വരുന്നുണ്ട്. ധാരാളം പ്രേക്ഷകർ അതിനു പുറകെയാണ്. ഇത്തരം നല്ല നല്ല അറിവുകൾ നിങ്ങൾക്കായിട്ട് തരുമ്പോൾ അതിനെ അവഗണിക്കാതിരിക്കുക. ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനായിട്ട് ഇങ്ങനെയുള്ള വിശേഷ അവസരങ്ങൾ അറിഞ്ഞ് ഉപാസന നടത്തുക. തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനങ്ങൾ എല്ലായ്പ്പോഴും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.